കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെയും കൊള്ളയുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം നാളായില്ല. അഴിമതിയും കൊള്ളയും നടത്തുന്നതിൻ്റെ പേരിൽ ജയിലിലായ ആളാണ്. രണ്ടാമത്തെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാമിൻ്റെ പേരിൽ CBI അന്വേഷണം നടക്കുകയാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിൻ്റെ പേരിൽ KM എബ്രഹാമിനെതിരായി CBI അന്വേഷണം നടത്താൻ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു അക്ഷരം ഇതിനെപ്പറ്റി മിണ്ടുന്നില്ലല്ലോ. എല്ലാ അഴിമതിക്കാരുടെയും കൂടാരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും മുഖ്യമന്ത്രിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അപ്പോൾ KM എബ്രഹാമിനെ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള മാന്യതയെങ്കിലും മുഖ്യമന്ത്രി കാണിക്കണം. ജയിൽ ആയ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. കഴിഞ്ഞൊരു യോഗത്തിൽ മുഖ്യമന്ത്രി ശിവശങ്കരനെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. എബ്രഹാമിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നില്ല? CBI അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിയെ സ്വന്തം ഓഫീസിൽ ചുമതലകൾ കൊടുത്ത് വെക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയല്ലേ? അപ്പോൾ പാർട്ടിയിൽ തൻ്റെ ഏകാധിപത്യം നടപ്പാക്കുന്നത് പോലെ ഭരണരംഗത്തും ഏകാധിപത്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടല്ലേ PK ശ്രീമതിക്ക് നീതി കിട്ടാത്തത്? ആദ്യ ദിവസം സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത PK ശ്രീമതിക്ക്, ടീച്ചർക്ക് എന്തുകൊണ്ട് രണ്ടാമത്തെ ദിവസം പങ്കെടുക്കാൻ കഴിയാതെ പോയി? അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഒരു വശത്ത്, മറുവശത്ത് മുഖ്യമന്ത്രി. ഈ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. CPM-ലാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം നിലവിലുള്ളത്. സർവാധിപത്യം പാർട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഭരണരംഗത്ത് മുഖ്യമന്ത്രി അടിച്ചേൽപ്പിക്കുന്ന നടപടി ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.